പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 29 ചൊവ്വ. പ്രധാന വാർത്തകൾ. ഈ വർഷം ഒമാൻ ഹജ്ജ് മിഷന് കീഴിൽ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിച്ച എല്ലാ പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക പെർമിറ്റ് ഉറപ്പാക്കണമെന്ന് അധികൃതർ. അല്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കും. സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും ലൈസൻസിംഗ് ആവശ്യകതകളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ ലൈസൻസ് ഇല്ലാത്ത ഓരോ തീർത്ഥാടകനും 1000 റിയാൽ മുതൽ 2000 റിയാൽ വരെ പിഴ ചുമത്തും. അനധികൃത ഹജ്ജ് ഗതാഗത സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ 500 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തും. ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാവൂ എന്നും ഒമാൻ ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. എല്ലാ തീർത്ഥാടകരും പോകുന്നത് ഹജ്ജ് കാര്യ ഓഫീസ് വഴി ആയിരിക്കണം. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള തീർത്ഥാടകരുടെ വരവും പോക്കും. കരമാർഗമുള്ള വരവും പോക്കും റുബുഉൽ ഖാലി, ബത്ത അതിർത്തികൾ വഴിയായിരിക്കുമെന്നും കരാറിൽ വ്യക്തമാക്കി. നാളെ നടത്താനിരുന്ന യൂണിറ്റി 1 റോക്കറ്റിന്റെ പരീക്ഷണാത്മക വിക്ഷേപണം മാറ്റിവെച്ചതായി ഇത്തലാഖ് സ്പേസ് പോർട്ട് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണിത്. അനുയോജ്യമായ കാലാവസ്ഥ കണ്ടെത്തി വിക്ഷേപണത്തിന്റെ സമയം പുനർക്രമീകരിക്കും. വിക്ഷേപണത്തിനായി മികച്ച സാഹചര്യങ്ങൾ അനിവാര്യമാണ്. ഇത് ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ ഒരു സാധാരണ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇത്ലാഖ് FX ഫാൻ സോണിൽ ഏപ്രിൽ 30 വരെ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ പൊതു ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഹോസ്പിറ്റാലിറ്റി ടെന്റുകൾ, തത്സമയം വിക്ഷേപണ ഏരിയ, ഔട്ട്ഡോർ വ്യൂവിംഗ് സ്പേസുകൾ തുടങ്ങിയവയാണ് ഫാൻ സോണിലുള്ളത്. ഒമാനികൾ സഹിഷ്ണുതയുള്ളവരാണെന്ന് പ്രവാസികൾ. ദേശീയ സ്ഥിതിവിവര കേന്ദ്രം നടത്തിയ 2025 സഹിഷ്ണുതാ സർവേയിൽ പ്രതികരിച്ചവരിൽ 90.9% പ്രവാസികളും ഇത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരി 13-നും 23-നും ഇടയിൽ നടന്ന സർവേയിൽ മുഴുവൻ ഗവർണറേറ്റുകളിൽ നിന്നുമായി 1425 പ്രവാസികളാണ് സർവേയുടെ ഭാഗമായത്. ടെലിഫോൺ വഴിയാണ് പ്രവാസികളിൽ നിന്ന് സർവേയിൽ അഭിപ്രായങ്ങൾ തേടിയത്. ഗവർണറേറ്റിലെ അസൈബ തീരത്ത് യാച്ചിൽ തീപിടുത്തം. 5 പേരെ രക്ഷപ്പെടുത്തിയതായും ഒരാൾക്ക് പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ്, പോലീസ് കമാൻഡും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. തീപിടുത്ത കാരണം വ്യക്തമല്ല. സംഭവത്തിൽ യാച്ച് പൂർണ്ണമായും കത്തി നശിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിഭാഗം അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി മരണാനന്തര നടപടികളും നടപടിക്രമങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മലയാളം വിഭാഗം ഹാളിൽ നടന്ന പരിപാടിയിൽ സുരേഷ് കുമാർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സാമൂഹിക ക്ഷേമ വിഭാഗം സെക്രട്ടറി സന്തോഷ് കുമാർ V മുഖ്യാതിഥി ആയിരുന്നു. മലയാളം വിഭാഗത്തിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ സന്തോഷ് കുമാർ പ്രശംസിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.